Hi, welcome back to my channel. I am Tinsimol CK. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. എന്താണ് സോഫ്റ്റ്വെയർ, എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, എന്താണ് റിക്വയർമെൻറ്റ്, ആ ഒരു ഓരോ ടീമും എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ്ലി നമുക്ക് സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. നമ്മൾ കുഞ്ഞിലെ മുതൽ പഠിക്കുന്നതല്ലേ സോഫ്റ്റ്വെയർ എന്താണ് എന്നുള്ളത്. സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എങ്കിലും ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത്. സോഫ്റ്റ്വെയർ ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഡാറ്റ ഓർ പ്രോഗ്രാംസ് യൂസ്ഡ് ടു ഓപ്പറേറ്റ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് പെർഫോം സ്പെസിഫിക് ടാസ്ക്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്പ്യൂട്ടറിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതി കൊടുക്കുന്ന പ്രോഗ്രാമോ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. മെയിൻലി സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, ഡെവലപ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ്, മാക്ക്, ലിനക്സ് ഇങ്ങനെ വരുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയൊക്കെയാണ് നമ്മൾ മെയിൻലി സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ റൺ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനായിട്ടോ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയേഴ്സാണ് സിസ്റ്റം സോഫ്റ്റ്വെയേഴ്സ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസേഴ്സിൻ്റെ അല്ലെങ്കിൽ ക്ലയൻറ്റുകളുടെ പ്രത്യേക എന്തെങ്കിലും ഒരു ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു നീഡിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്കിനെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മൈക്രോസോഫ്റ്റ് വേഡ്, എക്സൽ, മീഡിയ പ്ലെയേഴ്സ് ഇങ്ങനെ വരുന്ന നമ്മുടെ വെബ് ബ്രൗസേഴ്സ്, ഇതൊക്കെയാണ് മെയിൻലി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ്, ഡെവലപ്മെൻറ്റ് സോഫ്റ്റ്വെയർ. ഡെവലപ്മെൻറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂൾസ് യൂസ്ഡ് ബൈ ഡെവലപ്പേഴ്സ് ടു ക്രിയേറ്റ് അതർ സോഫ്റ്റ്വെയർ. മറ്റേതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ടൂൾസിനെയാണ് ഡെവലപ്മെൻറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് കമ്പൈലേഴ്സ്, IDEs, എക്ലിപ്സ്, പൈച്ചാം, എക്ലിപ്സ് ഒക്കെ നമുക്ക് മുന്നോട്ട് പഠിക്കാൻ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായിക്കോളും. ഓക്കെ, അടുത്തത് റിക്വയർമെൻറ്റ്സ്. റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റിൻ്റെ നീഡിനെയാണ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഡെഫിനിഷൻ നോക്കിയേ. റിക്വയർമെൻറ്റ് ഈസ് സംതിങ് ദാറ്റ് എ സിസ്റ്റം ആപ്ലിക്കേഷൻ മസ്റ്റ് ഡു ഫോർ ഇറ്റ്സ് യൂസേഴ്സ്. അതായത് യൂസേഴ്സിന് വേണ്ടി ആ സിസ്റ്റം ആപ്ലിക്കേഷൻ എന്താണോ ചെയ്തു കൊടുക്കേണ്ടത് അതിനെയാണ് റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഒരു ക്ലയൻ്റ് ആണെന്ന് വിചാരിക്കുക. ഞാനൊരു ക്ലയൻ്റ് ആണ്, എനിക്കൊരു വെബ് പേജ് ഡെവലപ്പ് ചെയ്യണം. ആ വെബ് പേജ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് ക്ലയൻ്റായ എനിക്കറിയില്ല. അപ്പോൾ എന്താണ് മാർഗം? നമ്മൾ ആ ഒരു വെബ് പേജ് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷനെ മീറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ടെക്നോ പാർക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു IT കമ്പനിയിലോ ചെന്നിട്ട് നമ്മുടെ നീഡ് അവരുടെ അടുത്ത് പറയുക. ഓക്കെ, അപ്പം ക്ലയൻ്റായി എനിക്ക് ഒരു ഐഡിയ ഉണ്ടാവും എൻ്റെ വെബ് പേജിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ആ ഐഡിയാസിനെയാണ് അല്ലെങ്കിൽ ആ ക്ലയൻറ്റിൻ്റെ നീഡിനെയാണ് അല്ലെങ്കിൽ ആ ഒരു വെബ് പേജ് ക്ലയൻ്റായി എനിക്ക് എന്താണോ ചെയ്തു തരേണ്ടത് അതിനെയാണ് റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി റിക്വയർമെൻറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്, അനദർ വൺ ഈസ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. ഫങ്ഷണൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ could be defined as functions and features that the user need for the system to work. സിംപിളി പറഞ്ഞാൽ ആ ഫങ്ഷണൽ റിക്വയർമെൻറ്റിൻ്റെ അകത്ത് വരുന്നത് ആ ഒരു വെബ് പേജിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട ഫങ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് ആയിരിക്കും. നോൺ ഫങ്ഷണലിൻ്റെ അകത്ത് വരുന്നത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആകും. ദാറ്റ് മീൻസ് ആ ഒരു പർട്ടിക്കുലർ വെബ് പേജിൻ്റെ സ്പീഡ്, സെക്യൂരിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെല്ലാം ആയിരിക്കും എന്നുള്ളതാണ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. അടുത്തത് വാട്ട് ഈസ് ടെസ്റ്റിംഗ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താണ് എന്ന് പഠിക്കുന്നതിന് മുമ്പ് ടെസ്റ്റിംഗ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ടെസ്റ്റിംഗ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡെയിലി ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഇപ്പം നമ്മളൊരു ഷോപ്പിൽ പോയി നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അത് നമുക്ക് യൂസ്ഫുൾ ആണോ അല്ലെങ്കിൽ നമ്മുടെ നീഡിനനുസരിച്ച് ആ ഒരു പ്രോഡക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് നോക്കിയ ശേഷമാണ് നമ്മൾ മേടിക്കുക, അല്ലേ? നമ്മളൊരു ബൾബ് മേടിക്കാനായിട്ട് കടയിൽ ചെന്നു, ആ ബൾബ് തെളിയുമോ എന്ന് നോക്കിയ ശേഷമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു പെൻ മേടിക്കാൻ നിങ്ങൾ ഷോപ്പിൽ ചെന്നു, ആ പെന്ന് തെളിയുമോ എന്ന് നോക്കിയ ശേഷമല്ലേ നിങ്ങളത് മേടിക്കുകയുള്ളൂ.
ഇതൊക്കെയാണ് ടെസ്റ്റിങ്. ഡെയിലി ലൈഫിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതിനെയാണ് ടെസ്റ്റിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ, 1-2 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ 1 ആയിട്ട് ഞാൻ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കിയേ. എ ഷെഫ് ടേസ്റ്റസ് ഫുഡ് ഡ്യൂറിങ് പ്രിപ്പറേഷൻ. അപ്പം ഷെഫ് ഒരു ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഫുഡ് ടേസ്റ്റ് ഉണ്ടോ എന്ന് എന്തായാലും എന്ത് ചെയ്യും, ഷെഫ് നോക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഫുഡിൻ്റെ ഫ്ലേവറും പ്രസൻറ്റേഷനും എല്ലാം കറക്റ്റ് ആയിരിക്കുമോ, അങ്ങനെയുള്ള എന്ന് വെച്ചാൽ നമ്മുടെ ക്ലയൻറ്റിന് ആ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുമോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ആ ഷെഫ് ചെയ്യുക. അതുപോലെ തന്നെ എന്താ, എ ടീച്ചർ ഗീവ്സ് സ്റ്റുഡൻസ് എ കിസ് ഓർ എക്സാം. അതായത് ടീച്ചർ സ്റ്റുഡൻസിന് ഒരു എക്സാം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻറ്റിൻ്റെ നോളജ് സ്കില്ലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സബ്ജക്റ്റിൽ. അതുപോലെ തന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ മേടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് എന്താ സോൾവ് ചെയ്യുന്നതിന് മുന്നേ അത് ഉണ്ടാക്കിയ ആൾ, ബിൽഡ് ചെയ്ത ആൾ മസ്റ്റായിട്ടും അതെന്ത് ചെയ്തിരിക്കും, ചെക്ക് ചെയ്തിരിക്കും. ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമോ, കറക്റ്റായിട്ടത് വാഷ് ചെയ്യുമോ, നമ്മുടെ ഡ്രസ്സസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്തായാലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ തന്നെയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം അവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയറിനെ ആയിരിക്കും. ആ ഒരു സോഫ്റ്റ്വെയർ എൻ്റെ ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച്, ക്ലയൻറ്റിൻ്റെ നീഡിനനുസരിച്ച് പ്രവർത്തിക്കുമോ ഇല്ലയോ എന്ന് നോക്കുന്നതിനെയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുക. അടുത്തത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ പഠിക്കാം. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് എ സിസ്റ്റം by manual or automatic means and verifies that it satisfies a specified requirements or identifies the difference between expected and actual results. നിങ്ങൾക്കൊന്ന് വായിക്കുമ്പോഴേ ആ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ മനസ്സിലായി എന്ന് വരില്ല, പക്ഷെ വളരെ സിമ്പിളാണ്. നോക്കിയേ, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് എ സിസ്റ്റം ബൈ മാനുവൽ ഓർ ഓട്ടോമാറ്റിക്. സിമ്പിളി പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിന് നമുക്ക് 2 രീതിയിൽ ചെയ്യാം, മാനുവലായിട്ടും ഓട്ടോമാറ്റിക്കായിട്ടും. അതായത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് 2 രീതിയിൽ ചെയ്യാമെന്ന് നിങ്ങൾക്കറിയാം. മാനുവൽ ടെസ്റ്റിങ്ങുമുണ്ട്, ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങുമുണ്ട്. അത്രയേ ഉള്ളൂ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാനുവലായിട്ടും ഓട്ടോമാറ്റിക്കായിട്ടും ചെയ്യാൻ പറ്റും. മീൻസ് ആൻഡ് വെരിഫൈസ് ദാറ്റ് ഇറ്റ് സാറ്റിസ്ഫൈസ് ആ സ്പെസിഫൈഡ് റിക്വയർമെൻറ്റ്. റിക്വയർമെൻറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. വെരിഫൈ ദാറ്റ് ഇറ്റ് സാറ്റിസ്ഫൈസ് ആ സ്പെസിഫൈഡ് റിക്വയർമെൻറ്റ്. അതായത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് ആ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ സാറ്റിസ്ഫൈ ചെയ്തോ എന്ന് വെരിഫൈ ചെയ്യുക. അതാണ് ഫസ്റ്റ് മെയിൻലി സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി. ഒരു സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാനുവലി നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. മാനുവലി എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നുള്ളതും ഓട്ടോമാറ്റിക്കലി എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നുള്ളതും ഞാൻ മുൻപോട്ട് വരുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കും. 2 രീതിയിൽ ടെസ്റ്റ് ചെയ്താലും ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് ആ ഒരു പർട്ടിക്കുലർ പേജ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യുക. ഓർ ഐഡൻറ്റിഫൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പെക്റ്റഡ് ആൻഡ് ആക്ച്വൽ റിസൾട്ട്. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്കറിയാം, എക്സ്പെക്റ്റഡ് ആൻഡ് ആക്ച്വൽ റിസൾട്ട്. എക്സ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യം, ആ ഒരു വെബ് പേജിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു വെബ് പേജ് ആക്ച്വലി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിസൾട്ട് ഉണ്ടാവും. ഇത് തമ്മിലുള്ള ഡിഫറൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് നിങ്ങൾ ആ ഒരു വെബ് പേജിന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന കാര്യം, ആ ഒരു വെബ് പേജിന് ഇൻപുട്ട് കൊടുത്തു, ആ ഇൻപുട്ടിനെ ബേസ് ചെയ്ത് വരുന്ന ഔട്ട്പുട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യുന്നു. ഫേസ്ബുക്കിൽ നിങ്ങളുടെ യൂസർ നെയിമും നിങ്ങളുടെ പാസ്വേഡും കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുവാന്ന് വിചാരിക്കുക. യൂസർ നെയിമും കൊടുത്തു, പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെന്താ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? എൻ്റെ യൂസർ നെയിമും എൻ്റെ പാസ്വേഡും കൊടുത്ത് ഞാൻ ലോഗിൻ ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പം എൻ്റെ ആ ഒരു ഫേസ്ബുക്കിൻ്റെ ഹോം പേജിലേക്ക് പോകണം, അല്ലെങ്കിൽ പോകുമെന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടൊരു യൂസർ നെയിം പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്? ആ ഒരു ഹോം പേജ് ലോഡ് ആവണം എന്നുള്ളത്. ഇനി ലോഡ് ആയില്ലെങ്കിലോ, അതിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് ലോഡ് ആവാത്തത്. ഇത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ആ ഒരു വെബ് പേജിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റിസൾട്ടും
ആ വെബ് പേജ് ആക്ച്വലി എന്തെങ്കിലും ഒരു റിസൾട്ട് തരുന്നുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത റിസൾട്ട് തന്നെ ആയിരിക്കും ആക്ച്വൽ റിസൾട്ടായിട്ട് കിട്ടുക. ചിലപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത റിസൾട്ട് ആയിരിക്കണം എന്നില്ല ആക്ച്വൽ റിസൾട്ടായിട്ട് കിട്ടുക. കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാനുവലായിട്ടും ടെസ്റ്റ് ചെയ്യാം, ഓട്ടോമാറ്റിക്കായിട്ടും ടെസ്റ്റ് ചെയ്യാം. അതായത് മാനുവൽ ടെസ്റ്റിങ്ങും ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങും ഉണ്ട്. ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റിനെ വെരിഫൈ ചെയ്യുക, ദാറ്റ് റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലയൻറ്റിൻ്റെ എക്സ്പെക്റ്റഡ് റിസൾട്ട്, നമ്മുടെ ക്ലയൻറ്റിൻ്റെ അല്ല ആ വെബ് പേജിൻ്റെ എക്സ്പെക്റ്റഡ് റിസൾട്ടും ആൻഡ് ആക്ച്വൽ റിസൾട്ടും തമ്മിലുള്ള ഡിഫറൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് എ സോഫ്റ്റ്വെയർ ക്വാളിറ്റി, ഫങ്ഷനാലിറ്റി ആൻഡ് പെർഫോമൻസ് ടു എൻഷ്യൂർ ഇറ്റ് മീറ്റ് എക്സ്പെക്റ്റേഷൻ. ഒന്നുമില്ല, അതായത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നമ്മൾ മെയിൻലി ഇവാലുവേറ്റ് ചെയ്യുന്നത് സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി, ഫങ്ഷനാലിറ്റി, പെർഫോമൻസ്, അതായത് കംപ്ലീറ്റ്ലി നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് സാറ്റിസ്ഫൈ ചെയ്തോ ഇല്ലയോ എന്ന് നോക്കുന്നതിനാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ക്ലയൻറ്റിന് ഒരു 50 റിക്വയർമെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 50 റിക്വയർമെൻറ്റും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ ഒരു സോഫ്റ്റ്വെയർ കംപ്ലീറ്റഡ് അല്ലെങ്കിൽ സക്സസ് ആയിട്ട് ഞാനൊരു സോഫ്റ്റ്വെയറിനെ ബിൽഡ് ചെയ്തു എന്ന ഓർഗനൈസേഷന് പറയാൻ പറ്റുള്ളൂ. 50 റിക്വയർമെൻറ്റിൽ 49 എണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഒരു റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ ഫെയിലിയർ ആണെന്ന് പറയും. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സോഫ്റ്റ്വെയർ എന്താണ്, റിക്വയർമെൻറ്റ് എന്താണ്, ടെസ്റ്റിംഗ് എന്താണ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. So guys, thank you for watching. See you in the next section. Happy learning and keep testing. Thank you.